ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. 100% നീതി പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ കണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കിട്ടേണ്ട റോസ്റ്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാർക്ക് തന്നെ റോസ്റ്റ് ചെയ്യപ്പെടുകയും അവർ നമ്മൾക്കിടയിൽ കാണികൾക്കിടയിൽ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു. അവർക്കത് മനസ്സിലായിട്ട് നല്ല രീതിയിൽ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന നമുക്കും ഒരു സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നു. എനിവേസ് എന്തെങ്കിലും ചെയ്യട്ടെ അല്ലേ. റിവ്യൂ ആയിട്ടല്ല, കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് സീക്രട്ട് ടാസ്കിൽ ശുദ്ധ അസംബന്ധവും മണ്ടത്തരവുമാണ് ഷാനവാസ് അവിടെ കാണിച്ചത്. നമുക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാണ് അവർ കാണിക്കുന്ന വേ ഓഫ് തിങ്കിങ്ങിൽ നമുക്ക് നോക്കുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത്. നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ടാസ്കിൽ ഷാനവാസിനെ കൊണ്ടുവരുന്നു. അതവിടെ എല്ലാവരോടും പറഞ്ഞിട്ട്, എസ്പെഷ്യലി അവിടെ ഈ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരോട് പറയുകയും അത് ഫ്ലോപ്പ് ആക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ രീതിയിൽ എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ഇമ്മ്യൂണിറ്റി പവർ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് അങ്ങനെ കളിച്ചു എന്ന് നമുക്ക് വിചാരിക്കാമല്ലോ അല്ലേ. സെയിം കാര്യമാണ് നൂറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പോൾ അത് റദ്ദാക്കാൻ വേണ്ടി വേറൊരു ടാസ്ക് അവിടെ കൊണ്ടുവരുന്നു. അതിൽ അക്ബറും ടീമും വിജയിക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഷാനവാസ് കളിച്ചതെന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അയാളൊരു വിഡ്ഢിയായി മാറില്ല. പിന്നെ അനീഷിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 ദിവസം PR കൊളാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതിലും ചെറുതായി പോയി കളവ് പറഞ്ഞു. അതിൻ്റെ പേരിൽ അവിടെ എക്സ്പോസ്ഡ് ആവുന്നു. ഷാനവാസിൻ്റെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, ആ ലാസ്റ്റത്തെ സേവിങ്ങിൻ്റെ കാര്യത്തിൽ കയ്യിൽ നിന്ന് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളി ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഷാനവാസും അനീഷും അല്ലാതെ ആരെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചതായിരിക്കും. ഇത്രയും റോസ്റ്റിംഗ് ആയിട്ട് കിളി പോയി പറഞ്ഞൊരു ആൻസറായിട്ടാണ് എനിക്കതിന് തോന്നുന്നത്. പിന്നെ ഈ മായമോഹിനി എന്നുള്ള ക്യാരക്ടർ എന്തുകൊണ്ട് നിവിനെ പ്രിഫർ ചെയ്തില്ല? അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു കണ്ണിങ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ക്യാരക്ടർ നിവിനെ തേടി വന്നില്ല. നിവിനത് ചെയ്തിരുന്നെങ്കിൽ അടിച്ച് 100% കൊടുത്ത് സൂപ്പറാക്കിയേനെ. പക്ഷെ അവരെന്തുകൊണ്ട് ആര്യനെ അതിന് ചൂസ് ചെയ്തു? നമുക്ക് ചിന്തിക്കാമല്ലോ അല്ലേ. പിന്നെ ഈ ടാസ്ക് ഇമ്മ്യൂണിറ്റി പവർ ആര്യന് കിട്ടാൻ കാരണം ഇവനൊരാളാണ്. നിവിൻ അവിടെ 9 കോയിന് കൊടുക്കാതെ 1 കോയിനെങ്ങാണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ ടാസ്ക് ഇങ്ങനെ മാറിയില്ലായിരുന്നു. അനുമോൾ അവിടെ വിജയിച്ചേനെ. അപ്പോൾ അത്തരം ഒരു ടാസ്ക് കിട്ടുമ്പോൾ ആര്യൻ കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു. അല്ലാതെ ഫുഡ് കാണുമ്പോൾ ഒച്ചപ്പാടും വിളിയും മാത്രം ആക്കുന്നൊരു ബുദ്ധിയില്ലാത്തൊരു ക്യാരക്ടറാണ് ഇവനെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അക്ബർ ഇതിനു മുൻപ് പല മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും അക്ബറിന്, അല്ലെങ്കിൽ ഇത്രയും നാളായിട്ടും അക്ബറിന് ഇത്രയും റോസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. പതിയെ അവിടെ സേഫായിട്ടിരിക്കുന്ന ആൾക്കാർ സേഫായി വീണ്ടും മാറുകയും സേഫ് ഗെയിം കളിക്കാത്ത ആൾക്കാർ എക്സ്പോസ്ഡ് ആയിട്ട് അനാവശ്യമായിട്ട് എവിക്റ്റായി പോവുകയും ചെയ്യുന്ന ഒരു സെയിം പ്രക്രിയയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളായിട്ട് എവിക്റ്റായി പോയ ആൾക്കാർ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ചില കണ്ടസ്റ്റൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അർഹരാണ്. എന്താണോ നടക്കേണ്ടത് നടക്കട്ടെ.